ഹലോ എവ്രി വൺ. സൈക്കോ ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണിത്. ഒരു ദ്വീപ്, കടലിൻ്റെ നടുവിൽ, ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഏറെ അകലെയുള്ള സ്ഥലം. ഇവിടെ സാധാരണക്കാർ താമസിക്കുന്നില്ല, പകരം ഇവിടെ തടവിലാക്കപ്പെട്ടവരാണ് താമസിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഭയാനകമായ കുറ്റവാളികൾ. അവർക്കൊക്കെ ഒരേ ഒരു കാര്യം: അവരെല്ലാവരും മാനസികമായ രോഗികൾ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരായിരുന്നു. ഒരു ദിവസം സർക്കാർ 2 ഓഫീസർമാരെ അയക്കുന്നു. അവരിൽ ഒരാൾ കർക്കശക്കാരൻ, സത്യം കണ്ടെത്തുന്നതുവരെ വിട്ടുകൊടുക്കാത്തവൻ. കാരണം ആ ദ്വീപിൽ നിന്നൊരു സ്ത്രീ സ്വന്തം കുട്ടികളെ കൊന്ന് ജയിലിൽ അടച്ചിട്ട ഒരാളായിരുന്നു. ആൻഡ് അവരെ അത്ഭുതകരമായി കാണാതായി. കർശനമായ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് അവൾ എങ്ങനെയാണ് മറഞ്ഞുപോയത്? ഇതാണ് അന്വേഷണത്തിനായി അവർ എത്തുന്നത്. അന്വേഷണം തുടങ്ങി. എന്നാൽ ജയിലിലെ ഡോക്ടർമാർ വളരെ ശാന്തരും രഹസ്യമൂരുമാണ്. തടവുകാർ ഭയന്നു നിൽക്കുന്നവരുടെ മുഖം. തെളിവുകളൊന്നുമില്ല. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തം സ്വപ്നങ്ങളിൽ ഭയപ്പെടുന്നു. അവൻ ഭാര്യയെ നഷ്ടപ്പെടുന്നു. അവളുടെ മുഖം ഇടയ്ക്കിടെ കാണുന്നു. ആ സ്വപ്നങ്ങളും കേസ് അന്വേഷിക്കുന്നതും ഒരേ സമയം അവനെ തന്നെ തകരാറിലാക്കുന്നു. ദ്വീപിലെ ഓരോ കെട്ടിടവും പരിശോധിക്കുമ്പോൾ ഒന്നൊന്നായി വിചിത്രമായ കാര്യങ്ങൾ തുറന്നു വരുന്നു. തടവുകാരിൽ ചിലർ ചുരുക്കം സന്ദേശങ്ങൾ നൽകുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല. നീ സത്യമന്വേഷിച്ചാൽ നീയും രക്ഷപ്പെടുകയില്ല. അവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് മനസ്സിലാക്കുന്നു, ഈ ദ്വീപിൽ രോഗികളെ ചികിത്സിക്കുന്ന പേരിൽ ഭീകര പരീക്ഷണങ്ങൾ നടക്കുന്നു. മനുഷ്യരുടെ മനസ്സ് മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു അപകടകരമായ ശാസ്ത്രീയ പദ്ധതി. പക്ഷേ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുമൊരു സ്വപ്നമാണെങ്കിലോ? അവൻ്റെ മനസ്സ് തന്നെയാണ് തെറ്റിപ്പോയിരിക്കുന്നതെങ്കിലോ? കാരണം അവൻ കാണുന്നവർക്കും അവൻ കേൾക്കുന്നവർക്കും മറ്റാർക്കും തെളിവുകളില്ല. അവൻ അന്വേഷിക്കുന്ന കുറ്റവാളിയായ സ്ത്രീ യഥാർത്ഥത്തിലുണ്ടോ? അല്ലെങ്കിൽ എല്ലാം അവൻ്റെ മനസ്സിൻ്റെ കളിയാണോ? അവസാനം ദ്വീപിൻ്റെ ഇരുണ്ട കോണിൽ അവൻ കണ്ടുപിടിക്കുന്ന സത്യം നമ്മളെ കാണികളായ നമ്മളെയും തന്നെ ഞെട്ടിക്കും. കാരണം കുറ്റവാളികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആശുപത്രിയുടെ തന്നെ രോഗിയാണ് എന്ന് തെളിയുന്നു. അവൻ അന്വേഷണക്കാരനല്ല, പകരം വർഷങ്ങളായി ചികിത്സയിലുള്ള ആളാണ്. എല്ലാം അവൻ്റെ മനസ്സിൽ തന്നെ സംഭവിക്കുന്നതാണ്. ഇത്രയും ഭയാനകമായ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമ മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കിയാൽ മതി. ഈ സിനിമയുടെ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.